കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഒരു പൊട്ടനെ പറഞ്ഞയച്ചാൽ ഇതിലും നന്നായിരിക്കും. കാരണം പൊട്ടന് ഇതിലും നല്ലവണ്ണം കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിയും. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ മുകേഷിന് ഹിന്ദിയോ ഇംഗ്ലീഷോ വശമില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ പിന്നെ ഇത്തരം പൊട്ടന്മാരെ എന്തിനാണ് പാർലമെന്റിലേക്ക് അയക്കുന്നത്? അപ്പോൾ ചില പ്രേക്ഷകർ ട്രോളാൻ വേണ്ടി ചോദിച്ചു, മുകേഷ് ഏത് ഭാഷയിലായിരിക്കും അവരോട് സംസാരിക്കുക? അപ്പം ഹിന്ദി ഭാഷയെ സംസാരിക്കും. ഹിന്ദി അത്ര വശമില്ലല്ലോ അല്ലേ? ഹിന്ദി സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി അങ്ങനെ വലിയ വശമില്ല. പക്ഷേ ഈ മന്ത്രിമാരുടെ പോയി കാര്യങ്ങൾ ഏർപ്പാടാക്കട്ടെ, അവർക്ക് ഇംഗ്ലീഷ് ഭാഷ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. അല്ല, അതിനല്ലേ എൻ്റെ ആക്ടിങ്. അതെ, ഞാനവരെ എൻ്റെ ഭാവപ്രകടനം കൊണ്ട് എൻ്റെ ദൈന്യത കൊണ്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ താങ്കളെ ഇന്നത് നടത്തി തരും എന്ന് പറയുന്നത് കാപഢ്യമാണ്. ഞാനിവിടെ തേനും പാലും ഒഴുക്കും എന്ന് പറയുന്നത് പോലെ തന്നെ. നരേന്ദ്രമോദി മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ഇംഗ്ലീഷ് നല്ലവണ്ണം കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിലാണെന്നുള്ള അറിവെങ്കിലും അരുൺ ആദ്യം സമ്പാദിക്കേണ്ടതായിരുന്നു. കാരണം അത്ര പ്രഗത്ഭരെ തന്നെയാണ് നരേന്ദ്രമോദി തൻ്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Let me begin by expressing our felicitations to the President of the General Assembly, His Excellency Dennis Francis, and our fullest support to the 78th UNGA's theme of rebuilding trust and reigniting global solidarity. This is an occasion to take stock of our achievements and challenges, even while sharing our aspirations and goals. And indeed, in regard to both, there is much that India has to share. Mr. President, Sabka Prayas, all of us have to make an effort, then only things can move. Sir, honorable member, please listen to the entire answer. Sir, the project had to be removed from the pink book because of the lack of performance on part of the state government's company which was given this work. Then the project was reinstated once again in 2021. I am very sadly saying it, sir, even today the government of Kerala has absolutely no interest in development of railways. Sir, honorable Prime Minister has given 2,191 crore allocation for Kerala, but the state government which was getting sensitive issues. But one thing you remind that you cannot win by playing this game in all times. My humble request you to കേന്ദ്രമന്ത്രിമാർ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവരാണെന്ന് അവരുടെ ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാക്കാവുന്നതാണെന്ന കാര്യമെങ്കിലും അരുൺ മനസ്സിലാക്കേണ്ടതായിരുന്നു. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള 2 എംപിമാരാണ്, ഒന്ന് ജോൺ ബ്രിട്ടാസും AM ആരിഫും. ഇവർ തപ്പിപ്പിടിച്ച് എഴുതി വായിക്കുകയാണ്. എന്നിട്ട് പോലും നോട്ട് ഓൺലി ബട്ട് ഓൾസോ പറയുവാനല്ലാതെ ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ്. എന്നിട്ടും കേന്ദ്രമന്ത്രിമാർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നാണ് അരുൺ പറഞ്ഞു വെക്കുന്നത്. കേന്ദ്രമന്ത്രിമാർ ആരും തന്നെ അവരുടെ ഡിഗ്രിയോ ക്വാളിഫിക്കേഷനോ പൈസ കൊടുത്തോ സ്വാധീനം ഉപയോഗിച്ചോ വാങ്ങിയിട്ടില്ല. അവരുടെ പേരിൻ്റെ കൂടെ അലങ്കാരത്തിന് അത്തരം ഡിഗ്രികളും അവർ ഉപയോഗിച്ചിട്ടില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തങ്ങളുടെ ക്വാളിഫിക്കേഷൻ പൈസയോ സ്വാധീനമോ ഉപയോഗിച്ച് വാങ്ങി പേരിൻ്റെ കൂടെ ചേർത്ത് തങ്ങൾക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനമുണ്ടെന്ന ഒരു ധാരണ ജനങ്ങളിൽ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ വായി തുറന്നാൽ സകലതും പൊട്ടിപ്പോകും. എന്നിട്ടും മനസ്സിലാകുന്നില്ല ഈ മണ്ടന്മാർക്ക്. ഒന്നാമത് പാലക്കാട്ടിൽ നിന്ന് ഈ കൊല്ലം MLA വിളിക്കേണ്ട ഒരു കാര്യം. സാർ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാം. ഞാൻ 10ാം ക്ലാസ് പാലക്കാട് MLA അല്ലേ വിളിച്ചു പറയേണ്ടത്? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അതെ, സ്റ്റുഡന്റ് ആണെങ്കിലും എന്താണെങ്കിലും പാലക്കാട് MLA എന്ന് പറഞ്ഞ ഒരാള് ജീവനോടെ ഇല്ലേ? പാലക്കാട് ഒറ്റപ്പാലത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മുകേഷിനെ 6 പ്രാവശ്യം ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തിയെന്നാണ് മുകേഷ് പറയുന്നത്. അവന് ആരെ വിളിക്കണം, ഏത് MLA ആണ് വിളിച്ച് തൻ്റെ ആവശ്യം ഉന്നയിക്കേണ്ടതെന്ന് അവന് അറിയില്ല. അവൻ SSLCക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്.
ഒറ്റപ്പാലം MLA ആരാണെന്ന് പോലും അവന് അറിയില്ല. അതിനു കാരണക്കാരും ഇടതുപക്ഷം തന്നെയാണ്. അത്രയും മോശമായ ഒരു വിദ്യാഭ്യാസ രീതിയാണ് കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ നിലവാര തകർച്ചയുടെ കാരണക്കാരും ഇടതുപക്ഷം തന്നെയാണ്. അവന് ഒന്നും അറിയാതെ അവൻ SSLC എത്തിയിട്ടുണ്ടെങ്കിൽ അതിനു കാരണവും ഇടതുപക്ഷം തന്നെയാണ്. ഭാരതത്തിലെ ഏറ്റവും നിലവാരമില്ലാത്തതും കഴിവുകെട്ടതുമായ മന്ത്രിമാരും MLAമാരുമുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൽ ഒരാളാണ് മുകേഷ്. ഭാരതത്തിൽ എത്ര സംസ്ഥാനമുണ്ടെന്നോ ഒരു 4 അക്കം ഉള്ള എണ്ണൽ സംഖ്യ വ്യക്തമായി പറയുവാനോ അറിയാൻ പാടില്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി കൂടി മുകേഷിന്റെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തെ കൂടി ഒന്ന് നന്നാക്കിയാൽ നന്നായിരുന്നു. വേറെ നാട്ടിലുള്ള MLA വിളിക്കുക തെറ്റല്ലേ അത്? സോറി സാർ, അറിയാതെ പറ്റിപ്പോയി. നിങ്ങളുടെ MLA ആരാന്നറിയാവോ? ഇല്ല. സ്വന്തം MLA ആരാന്ന് അറിഞ്ഞൂടാ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. നിനക്ക് എന്റെ മുമ്പിലുണ്ടായിരുന്ന നിനക്ക് ചോരിൽ വെച്ച് തന്നെ അടിച്ചതായിരുന്നു. എന്ത് ആവശ്യത്തിനാണ് തന്നെ വിളിച്ചതെന്ന് ചോദിക്കുവാനുള്ള മര്യാദയെങ്കിലും MLA മുകേഷ് ആ കുട്ടിയോട് കാണിക്കേണ്ടതായിരുന്നു. സാറിനെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്ത് എവിടാണ്? വെള്ളമില്ലേ? വെള്ളത്തിന്റെ അല്ല സാറേ, വെള്ളം മാത്രം പോലെ നമുക്ക് ഇവിടെ റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുഴിച്ചിട്ടിട്ട് 2 കൊല്ലത്തോളമായി സാറേ. അത് 2 കൊല്ലമല്ല, 2 കൊല്ലത്തിൽ കൂടുതലായി. എന്നാ ആയിക്കോട്ടെ. നിങ്ങളിപ്പോ എത്ര മര്യാദയായിട്ടാണ് എന്റെ അടുത്ത് സംസാരിക്കുന്നത്? ഞാൻ അങ്ങനെയല്ല അവരടുത്ത് സംസാരിക്കുന്നത്. ആരോട്? ഓരോ കാലഘട്ടത്തിലും നമ്മളെ തൊലയ്ക്കാൻ വേണ്ടി ഞാൻ ഇന്ന് മെനിഞ്ഞാന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആരാണ് പൈസ തരുന്നത്? ആ പൈസ ഞാൻ തന്നേക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പറയാവുന്നെല്ലാം പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഞാൻ മഴ മാറി നിൽക്കുന്ന 4 ദിവസം അടുപ്പിച്ച് മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു. കൊല്ലത്ത് ഒരു റോഡ് നന്നാക്കുവാൻ കോൺട്രാക്ടർ കൊടുത്തിട്ട് 2 വർഷമായിട്ട് ആ കോൺട്രാക്ടറെ കൊണ്ട് റോഡ് നന്നാക്കുവാൻ അറിയാൻ പാടില്ലാത്ത ഒരു MLA ആണ് ഇനി ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൽ പോയിട്ട് ഭാഷയറിയാതെ അഭിനയത്തിലൂടെ കൊല്ലത്തുകാരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ പോകുന്നതെന്ന കാര്യം നല്ലവണ്ണം വോട്ടർമാർ ആലോചിച്ച് വോട്ട് ചെയ്യുക. ഇത്രയും നിർഗുണനായ ഒരു MBA വേണമോ എന്ന് പലവട്ടം നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുപ്പി എടുത്തു തരാൻ ആളില്ലേ? ഇയാളുടെ അനുഭവത്തിന്റെ ഇതിലാണോ പറയുന്നത്? ഇയാൾക്ക് ചെന്നപ്പോഴത്തേക്ക് കുപ്പി എടുത്തു തരാൻ ആളില്ലേ? ഇയാളുടെ അനുഭവത്തിന്റെ ഇതിലാണോ പറയുന്നത്? സാറേ അനുഭവത്തിന്റെ അവിടെ ജോലിക്കാരവിടെ പോയത് ഗവൺമെന്റ് സ്റ്റാഫ് രാവിലെ 8-10 മണി തൊട്ട് വൈകുന്നേരം 5 മണി ജോലി ചെയ്യണ്ടേ അവിടെ? അല്ല, ഇയാള് ചെന്നപ്പോഴത്തേക്ക് എടുത്തു തരാൻ ആളില്ലേ? സാറേ ഞാൻ ചെന്നപ്പോ എടുത്തു തരാൻ ആളില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കാനുള്ള സ്ഥലം എനിക്കറിയാം. എവിടെ പോയാലും ഞാൻ അതല്ല ചോദിക്കുന്നത്. സാറിനോട് ചോദിക്കുന്നത് ഒരേ ഒരു സാറ് ഞങ്ങളുടെ MLA ആണോ അല്ലയോ? ഇയാള് കൂടുതലങ്ങ് തലേ കയറി ഇരിക്കരുത് കേട്ടോ. തലേ കയറിയിരിക്കാൻ സാറ് ഞങ്ങളുടെ MLA അല്ലേ? ഞങ്ങൾ വോട്ട് ചെയ്താണ് സാറ് ജയിച്ചത്. തലേ കയറി അതാ പറഞ്ഞു സാറ് തന്നെ. ഞങ്ങളുടെ MLA സാറ്. ഇയാൾ ആരാന്നോ അന്വേഷിക്കട്ടെ. ഞാൻ അന്വേഷിക്കും. സാറിനെ അന്വേഷിച്ച് തൂക്കിക്കൊല്ലാൻ ഇരിക്കും. അതിൽ കൂടുതൽ എനിക്കൊന്നുമില്ല. ഇയാൾക്ക് എവിടെ പറഞ്ഞ ഇയാൾക്ക് എന്തോ ബോധമുണ്ട്? സാർ ഞാൻ പറഞ്ഞത് നിയമം. സാർ എനിക്കൊരു പ്രശ്നം. ഞാനൊരു ജനപ്രതിനിധിയാണ് സാർ. ഹലോ സാർ, ഞാൻ ജനപ്രതിനിധിയാണ്. എനിക്കൊരു പ്രശ്നം. ഒരു MLA എന്ന നിലയിൽ മുകേഷിനെ കൊണ്ട് കൊല്ലത്തെ ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇനി പാർലമെന്റിൽ ഇദ്ദേഹം പോയാൽ കൊല്ലത്തുകാർക്ക് ഒരു ഉപകാരം ഉണ്ടാകാൻ ഇടയുമില്ല. അത്തരത്തിലുള്ള ഒരു MBA എന്തിന് തിരഞ്ഞെടുക്കണമെന്ന് ജനങ്ങൾ നല്ലവണ്ണം ചിന്തിക്കുക. SSLCക്ക് പഠിക്കുന്ന ഒരു കുട്ടിയോട് വരെ മര്യാദയോടുകൂടി സംസാരിക്കുവാൻ പോലും വിവരമില്ലാത്ത ഒരു വ്യക്തിയെയാണ് ഇനി പാർലമെന്റിലേക്ക് അയക്കാൻ പോകുന്നത്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയെയാണ് BJP കൊണ്ടുവന്നിട്ടുള്ളത്. ദൂരദർശനിലൂടെയും സീരിയലിലൂടെയും സിനിമയിലൂടെയും ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ മലയാളികളുടെ മനം കവർന്ന നടൻ കൃഷ്ണകുമാറാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ തൽപരനായ ഇദ്ദേഹം ഏത് ജനങ്ങളുടെ നീറുന്ന പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുന്നതിന് ഉടനടി ഓടിയെത്താറുണ്ട്. അതിൽ തനിക്കുണ്ടാകുന്ന വ്യക്തിപരമായ നഷ്ടങ്ങളൊന്നും അദ്ദേഹം പരിഗണിക്കാറില്ല. ഇത്തരത്തിലുള്ള കഴിവുറ്റ സ്ഥാനാർത്ഥികളെ കിട്ടിയത് കൊല്ലത്തുകാരുടെ ഭാഗ്യം തന്നെ ആയിരിക്കണം. കൊല്ലത്ത്
വോട്ടർമാർ എപ്രകാരം ആ അവകാശം വിനിയോഗിക്കുന്നത് അനുസരിച്ചിരിക്കും കൃഷ്ണകുമാറിൻ്റെ വിജയം. അപ്രകാരം ഒരു വിജയം സംഭവിച്ചാൽ അത് കൊല്ലത്തെ വോട്ടർമാരുടെ ഭാഗ്യം തന്നെയായിരിക്കും. എന്നാൽ മുകേഷിനെ പോലെയോ ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാൻ പാടില്ലാതെ പാർലമെൻറ്റിൽ പോയി ആംഗ്യഭാഷയോ അഭിനയമോ നടത്തി കാര്യങ്ങൾ നേടാമെന്ന് പറയുമ്പോൾ പാർലമെൻറ്റിലെ സംവിധാനത്തെക്കുറിച്ച് പോലും ഇദ്ദേഹത്തിന് ഒരു ബോധവുമില്ല. നമ്മളുടെ മാതൃഭാഷ സംസാരിച്ചാൽ അവിടെ ഇരിക്കുന്നവർക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ കേൾക്കുവാനുള്ള സംവിധാനം ഉണ്ടെന്ന് പോലും ഈ പൊട്ടന് അറിയില്ല. അത്തരത്തിലുള്ള ഒരു പൊട്ടനെ തന്നെ കൊല്ലം പാർലമെൻറ്റിലേക്ക് അയച്ചാൽ ആ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളവർക്ക് പോലും അപമാനമായി തീരും കുറച്ചു കാലം കഴിയുമ്പോൾ. കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും UDFൻ്റെ സ്ഥാനാർത്ഥി, അതായത് അവരുടെ സഖ്യകക്ഷിയായ RSPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പ്രേമചന്ദ്രനാണ്. ഇദ്ദേഹം നല്ല പാർലമെൻറ്റേറിയൻ തന്നെയാണ്, കഴിവുള്ള വ്യക്തിയുമാണ്. എന്നാൽ ഇദ്ദേഹം ജയിച്ചാൽ പ്രതിപക്ഷത്തിരിക്കുവാനേ കഴിയുകയുള്ളൂ. ഒരു പ്രതിപക്ഷ MP-ക്ക് അദ്ദേഹത്തിൻ്റെ MP ഫണ്ട് മാത്രമേ ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. മറ്റ് ആവശ്യങ്ങൾ അവിടെ നടപ്പാക്കാൻ കഴിയില്ല എന്ന കാര്യം വോട്ടർമാർ പ്രത്യേകം ഓർക്കുക. എന്നാൽ ഭരണപക്ഷത്തുള്ള ഒരു MP-യോ അതോ മന്ത്രിയോ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ളപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ തന്നെയാണ് കൊല്ലം മണ്ഡലത്തിൽ ഏറ്റവും അനുയോജ്യനായ വ്യക്തി എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമുണ്ടാകുവാൻ ഇടയില്ല. കാരണം തിരുവനന്തപുരത്തെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയിരുന്നത് അദ്ദേഹം സ്വയം തന്നെ ഡൽഹിയിൽ പോയി ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിമാരെ കണ്ട് ആ കാര്യങ്ങൾ സാധിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിവുണ്ടെന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കൃഷ്ണകുമാർ തന്നെയാണ് ആ മണ്ഡലത്തിന് ഏറ്റവും അനുയോജ്യനായ MP-യായി വരേണ്ടത്.